ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐക്കെ സ്റ്റിച്ചിങ് സ്റ്റുഡിയോ. ഇന്ന് നമുക്ക് ഒരു പഴയ നൈറ്റി വളരെ എളുപ്പത്തിൽ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് എങ്ങനെ പലാസ പാൻ്റ് ആക്കി മാറ്റാം എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ആദ്യം നൈറ്റിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ പലാസ പാൻ്റ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ മെഷർമെൻ്റ് ഒന്നും പറയണില്ല, അതിന് പകരമാണ് ഈ പാൻ്റ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് പാൻറ്റിൻ്റെ മുകൾ വശം കട്ട് ചെയ്തെടുക്കാം. പിന്നീട് പാൻറ്റിൻ്റെ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടിങ് കഴിഞ്ഞിരിക്കണേ, ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം പാൻറ്റിൻ്റെ മുകൾ വശമാണ് തയ്ക്കുന്നത്, അത് ഇതുപോലെ തയ്ച്ചെടുക്കാം. നമ്മൾ നേരത്തെ കട്ടിട്ട് കൊടുത്ത ഭാഗം വരെയാണ് തയ്ക്കേണ്ടത്. അതുവരെ തയ്ച്ചതിന് ശേഷം മറുവശവും അതുപോലെ തന്നെ തയ്ച്ചെടുക്കാം. തുടക്കക്കാർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇത്ര ഡീറ്റെയിൽ ആയി പറയുന്നത്. തയ്യൽ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ക്ഷമിക്കണം, അവർക്ക് ബോറടിക്കുന്നുണ്ടാകും. ഇനി ഇതുപോലെ ഒരു കാലിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് തയ്ച്ചെടുക്കാം. അങ്ങനെ തയ്ച്ച് നിർത്താതെ മറ്റേ കാലിൻ്റെ താഴ്ഭാഗം വരെ തയ്ക്കേണ്ടതാണ്. അപ്പോൾ അതും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക്കാണ് വെച്ചെടുക്കേണ്ടത്. ഞാൻ ഇത്ര വീതിയിലുള്ള ഇലാസ്റ്റിക്കാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ഇലാസ്റ്റിക്കിന് ഭാഗത്തിൽ വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം. കംപ്ലീറ്റായി തയ്ക്കാതെ ഇലാസ്റ്റിക് ഇടാനുള്ള ഒരു ഭാഗം വിട്ട് ബാക്കി തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനൊരു പിന്ന് അതിൽ കുത്തിയിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് കയറ്റിയതിന് ശേഷം ഇലാസ്റ്റിക്കിൻ്റെ 2 അറ്റവും കൂട്ടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതെങ്ങനെയെന്ന് കാണാം. അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ എലാസ്റ്റിക് ഇടാൻ വിട്ടൊരു ഭാഗമില്ല, അതും കൂടെ ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പലാസ പാൻറ് സ്റ്റിച്ച് ചെയ്യൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ നൈറ്റി ഉണ്ടെങ്കിൽ കളയണ്ട, ഇതേപോലെ തയ്ച്ച് നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.